ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് OET റീഡിംഗ് പാർട്ട് സിയിലെ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 7 ക്ലൂസ് ആണ് ഇവിടെ പറയുന്നത്. ഈ 7 ക്ലൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 8 ഔട്ട് ഓഫ് 8 വാങ്ങിക്കാൻ കഴിയും. ഒന്നാമതായിട്ട് നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത് മോഡൽ വേർബ്സ്. നമ്മുടെ പാരഗ്രാഫിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡൽ വേർബ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആ മോഡൽ വേർബ്സ് വരുന്ന സെൻറ്റൻസിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചിട്ട് നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. അല്ല എങ്കിൽ കോൺട്രാസ്റ്റ് വേർഡ്സ്, അതായത് എക്സാമ്പിൾ യെറ്റ്, ബട്ട്, ഹൗവർ ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് വേർഡ്സുകൾ നോക്കുക. അതിന് ശേഷമായിരിക്കും നമ്മളുടെ ഒപ്പീനിയൻ സെൻറ്റൻസ് കാണപ്പെടുക. ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് ആണ് ഐ തിങ്ക്, ഐ ബിലീവ്, ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ വ്യൂ, അക്കോർഡിംഗ് ടു മീ, ആക്ച്വലി, വാട്ട്സ് മോർ ഇങ്ങനെയുള്ള സിഗ്നൽ വേർഡ്സുകൾ യൂസ് ചെയ്ത് റൈറ്റർ അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. അടുത്തതായിട്ട് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സിഗ്നിഫിക്കൻറ്റ്, ഇൻസിഗ്നിഫിക്കൻറ്റ്, നെഗ്ലിജിബിൾ ഇങ്ങനെ പല സ്കെയിലുകളായിട്ട് അവരുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതല്ല എങ്കിൽ സ്കെയിൽസിന് എക്സാമ്പിളാണ് ഓൾ, മോസ്റ്റ്, മജോറിറ്റി, മെനി, എ ഫ്യൂ ഇങ്ങനെയുള്ള സ്കെയിൽസ് യൂസ് ചെയ്ത് ഒപ്പീനിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ കമ്പാരിസൺ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആഡ്വർബ്. ലാസ്റ്റ് ആയിട്ടുള്ളത് ടൈം എക്സ്പ്രഷൻസിനകത്ത് വരുന്നത് ഇപ്പം കറൻ്റ്ലി, റീസെൻ്റ്ലി, നൗ, ദെൻ ഇങ്ങനെയുള്ള ടൈം എക്സ്പ്രഷൻസോ നമ്പേഴ്സോ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ആ പാരഗ്രാഫിലുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക. അപ്പം നമുക്ക് ഈ വേർഡ്സുകളിലൂടെ ആയിരിക്കും റൈറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഈ സെൻറ്റൻസുകളെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, ഈ വാക്കുകളുള്ള സെൻറ്റൻസുകളെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് ഞാൻ ഇന്ന് ചെയ്യുന്നത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഇനി വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്കിത് ചിലപ്പോൾ യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 7 ക്ലൂസ് എങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ പുറകെ പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്കിത് ശരിക്കും യൂസ്ഫുൾ ആവുകയുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴൊക്കെ നിങ്ങളൊരു പാർട്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതിന് മുന്നായിട്ട് ഈ വീഡിയോ ജസ്റ്റ് ഇതൊരു 5 മിനിറ്റ്സ് വീഡിയോയെ കാണുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണുക. ജസ്റ്റ് കണ്ടതിന് ശേഷം ഈ പാർട്സ് എടുത്തിട്ട് നിങ്ങളത് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കുകയും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ല എങ്കിൽ ഒരു വട്ടം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളിത് നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് അത്ര യൂസ്ഫുൾ ആവുകയില്ല. അതുകൊണ്ട് എപ്പം നിങ്ങൾ ചെയ്യുന്നോ അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ജസ്റ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാർട്സ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വേർഡ്സുകൾ നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ 8 ഔട്ട് ഓഫ് 8 കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങളത് ഒന്ന് ചെയ്ത് നിങ്ങളുടെ കറക്റ്റ് ടൈം വെച്ച് നിങ്ങളത് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കോർ നോക്കുക. സ്കോർ നോക്കിയതിന് ശേഷം നിങ്ങൾ
ആ പാരഗ്രാഫ് എടുത്തിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണോ കിട്ടിയതും കിട്ടാത്തതും നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് 8 ഔട്ട് ഓഫ് 8 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. താങ്ക് യു.